നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നു. നമ്മൾ കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹത്തോട് സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. സ്വാഭാവികമായി പറയട്ടെ, നമുക്ക് കർത്താവിനോടൊരു നീരസം ഉണ്ടാവില്ലേ? ഒരു വിഷമുണ്ടാവോ? ഒന്നുകൂടി പറഞ്ഞാൽ, പാസ്റ്ററായിരിക്കുന്ന എന്നോട് ചില കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പാസ്റ്റർ എപ്പോഴുണ്ട് വീട്ടിൽ. ഞങ്ങളൊന്ന് വരുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനാണ്. അപ്പം ഞാൻ അതിന് നിങ്ങൾ വരുന്നതിനോ നിങ്ങളുമായി സംസാരിക്കുന്നതിനോ താല്പര്യമില്ലാതെ ഞാൻ ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ മാറുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്കത് വിഷമമാകും, ഭാരമാകും, ദുഃഖമാകും. കാരണം നമ്മുടെ ഒരു സങ്കടം പറയാൻ ഒരവസരം ചോദിച്ചിട്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ അവസരം ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യാത്തൊരു പാസ്റ്ററോ, ഇതെന്തോന്ന് പാസ്റ്ററാണ്? ഓട്ടോമാറ്റിക്കലി എന്നോടൊരു നീരസം നിങ്ങൾക്കുണ്ടാകും, ഒരു വിഷമുണ്ടാവും. ചിലപ്പോൾ അത് പുറത്തൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് എത്രമാത്രം നീരസമുണ്ടാകണം, വിഷമമുണ്ടാകണം. ഈ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ പ്രാർത്ഥനയും നിർത്തി, കരച്ചിലും നിർത്തി, യേശുവിനെ 2 ചീത്തയും വിളിച്ച് നമ്മൾ നമ്മുടെ പാട്ടിന് പോയേനെ. ഇതിലും നല്ലതും യഹൂദ റബ്ബിമാരായിരുന്നു, പുരോഹിതന്മാരായിരുന്നു എന്ന് പറഞ്ഞ് പോയേനെ. പക്ഷെ ഈ സ്ത്രീയെ നമ്മൾ പഠിക്കണം. അവൾ പോയില്ല. അത്രമാത്രം അവളെ നായെന്ന് പോലും കർത്താവ് വിളിച്ചു. അത്രമാത്രം ഏറ്റവും താഴെക്കിടയിലേക്ക് അവൾ വന്നു. എന്നിട്ടും അവൾ മടുത്തു പോകാതെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയി. എന്താ കാര്യം? അവൾക്കൊരു മകളുണ്ട്. ആ മകൾക്ക് ഭൂതോപദ്രവമാണ് നേരിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്തറിയാമോ? ക്യാൻസറാണ് വലിയ രോഗം, ശ്വാസം മുട്ടാണ് വലിയ രോഗം, അല്ലെങ്കിൽ കിഡ്നിയൊക്കെ ഫെയിലേഴ്സ് ആയിട്ട് മാറിയിട്ട് അതായിരിക്കും വലിയ രോഗം. ഇതൊക്കെ വലിയ രോഗങ്ങളാണ്. ഇതിൻ്റെ ചികിത്സകളും വലുതാണ്, ചെലവേറിയതാണ്, ഒരുപാട് പ്രയാസം നിറഞ്ഞതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശാരീരികമായി ഉണ്ടാകുന്ന രോഗത്തെക്കാളും വലിയ രോഗമാണ് മനസ്സിനുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പൊ പിശാച് ഒരാളിൽ കയറിക്കഴിഞ്ഞാൽ അവന്റെ മനസ്സ് മാറിപ്പോകും. ഇപ്പൊ നമ്മൾ ഈ നെടുമ്പാശ്ശേരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ NH-ലൂടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പല സഹോദരന്മാരെ സഹോദരിമാരെ കാണാൻ പറ്റും. കുളിക്കാറില്ല, പല്ല് തേക്കാറില്ല, എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരെന്താണ് ഇങ്ങനെ നടക്കാൻ കാര്യം? നമ്മളെപ്പോലെ മനുഷ്യരായിരുന്നവര്. ഇപ്പൊ നമ്മളിവിടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടും ആരാധിച്ചൊക്കെ നമ്മളിവിടെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ മനസ്സ് നോർമലായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സ് ആ നോർമൽ സിറ്റുവേഷനിൽ നിന്ന് അബ്നോർമലായി മാറിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു ഉദാഹരണമാണ് നെബൂഖദ്നേസർ രാജാവ്. ഈ നെബൂഖദ്നേസർ രാജാവ് താൻ പണിത മഗധിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ പട്ടണത്തെ നോക്കിയിട്ട്, ഞാനാണിത് പണിതത്, എന്നെ കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യവുമില്ല, ഞാനാണ്
എല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ആ നിമിഷം അവൻ്റെ മേൽ ന്യായവിധി വന്നു. അവൻ നിഗളിച്ചപ്പോൾ തന്നെ, നിഗളത്തിന്റെ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. ദൈവം എന്താ പറഞ്ഞത്? ഇനി 7 വർഷക്കാലം നീ ഒരു കാളയെപ്പോലെ കാട്ടില് പുല്ല് തിന്ന് ജീവിക്കുന്നു പറഞ്ഞു. ഈ മനുഷ്യൻ രാജകൊട്ടാരം വിട്ടു, കൊടുങ്കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ ആ മനുഷ്യൻ ജീവിക്കുകയാണ്. മനുഷ്യനെ പോലെയല്ല, മൃഗത്തെ പോലെ, ഒരു കാളയെ പോലെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. അവിടെ നഖമൊക്കെ വളർന്നു, മുടിയൊക്കെ വളർന്നു, ജടയായി. എന്താ തിന്നുന്നത്? കാളയെപ്പോലെ പുല്ല് തിന്ന് 7 വർഷക്കാലം മനുഷ്യൻ കാട്ടിൽ ജീവിച്ചു. രാജാവാണെന്ന് ഓർക്കണം. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ? പരിവാരങ്ങളുണ്ട്, വൈദ്യന്മാരുണ്ട്, കുടുംബത്തിലുള്ളവരുണ്ട്, എല്ലാ സെറ്റിങ്സും ഉണ്ട്. പക്ഷെ ഈ മനുഷ്യൻ എവിടെയാണ്? വനത്തിൽ കിടക്കുകയാണ്. എന്തുകൊണ്ട് ഈ മനുഷ്യൻ കിടന്നു? അയാളുടെ സുബോധം പോയി. അയാൾ മാനസിക രോഗത്തിന് അടിമപ്പെട്ടു, പിശാചിന്റെ ബന്ധനത്തിലായിപ്പോയി. ഇപ്പൊ സുബോധം മനസ്സിന് നഷ്ടപ്പെട്ടപ്പോൾ ഈ മനുഷ്യന്റെ മൈൻഡും സ്വഭാവവും മാറി, നോർമൽ അവസ്ഥയെ വിട്ടുപോയി. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ പ്രയാസകരമാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞാണ്. അതിലും ബുദ്ധിമുട്ട് നിറഞ്ഞാണ് മനസ്സിനുണ്ടാകുന്ന രോഗങ്ങൾ എന്നോർക്കണം. ഒരാൾക്ക് ഭൂതോപദ്രവം ഉണ്ടാകുന്നു, മനസ്സിന്റെ ആ സുബോധ നില നഷ്ടപ്പെടുന്നു. ആ മനുഷ്യന് പിന്നെ പല്ല് തേക്കണോ, അല്ലെങ്കിൽ കുളിക്കണോ, നല്ല ഡ്രസ്സ് ധരിക്കണോ, ഒരു ചിന്തയില്ല. ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. ആ അവസ്ഥ ഒന്ന് ഓർത്തെ, എത്ര ഭയാനകരമായൊരവസ്ഥയാണ്. ഇവിടെ ഇസ്രായേൽ ഗൃഹത്തിൽ പെടാത്ത കനാന്യ സ്ത്രീ, കനാൻ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ, ഇസ്രായേൽ മതവുമായിട്ടോ ദൈവവുമായിട്ടോ ന്യായപ്രമാണവുമായിട്ടോ ക്രിസ്തുവായിട്ടോ ഒരു ബന്ധവുമില്ല. പക്ഷെ അവൾ കേട്ടു. അവൾ എന്താ കേട്ടത്? ക്രിസ്തുവെന്ന മശിഹ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരോടും മനസ്സലിവ് കാണിക്കുന്നു, അവന്റെ അടുക്കൽ പോകുന്നവർ സൗഖ്യമാകുന്നു, അവൻ ആരെയും വെറുതെ വിടുന്നില്ല, അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുന്നു, സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നു. ഈ വാർത്ത എങ്ങനെയോ ഈ സ്ത്രീ കേട്ടു. അപ്പോൾ അവളുടെ വീട്ടിൽ ആരുണ്ട്? അവളുടെ മകളുണ്ട്. ആ മകളുടെ അവസ്ഥ കഠിനമാണ്. ഭൂതബാധ കൊണ്ട് ആ കുഞ്ഞിന്റെ മനോനില നഷ്ടപ്പെട്ടു. എന്തും സംഭവിക്കാവുന്ന, ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരു നിലയിൽ തൻ്റെ മകളായിരിക്കുന്നു. ആ മകളെ രക്ഷിക്കാൻ അവൾ പണം ചെലവാക്കിയിട്ടുണ്ടാകും, ഡോക്ടർമാർ അരികിൽ കൊണ്ടുപോയിട്ടുണ്ടാകും, പല പല മരുന്നുകൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ ഒരു രക്ഷയുമില്ല, തകർന്നിരിക്കുന്നു. എന്തും സംഭവിക്കാം. അപ്പോഴാണ് ഈ മുങ്ങിച്ചാകാൻ പോകുന്നവന് കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവള് ഈ കാര്യം കേൾക്കുന്നത്. യേശു രക്ഷിക്കും, യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കും, ഇതവൾ കേട്ടു. പിന്നെ അവൾ ഒന്നും ആലോചിച്ചില്ല. താൻ കനാന്യ സ്ത്രീയാണെന്നോ യേശു യഹൂദനാണെന്നോ അവന്റെ അരികിൽ പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നൊന്നും ചിന്തിച്ചില്ല. തൻ്റെ മകളുടെ വിടുതലിനു വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക്, അവളുടെ നാട്ടിൽ നിന്നും യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ വരികയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ മക്കളുടെ വിഷയം, നമ്മുടെ വ്യക്തിപരമായ വിഷയം, ആത്മിക വിഷയം, ഭൗതിക വിഷയം, മറ്റെന്തെങ്കിലും ഒരു വിഷയം ആയിക്കൊള്ളട്ടെ, അതിനൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ നാം ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ്
യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ തയ്യാറാകണം. അങ്ങനെ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് ആര് പോകാൻ തയ്യാറാകുമോ, ഇന്ന് പകൽക്കാലം പറയട്ടെ, അവർ വെറും കൈയോടെ വീട്ടിലേക്ക് പോവില്ല. അവർ അനുഗ്രഹത്തോടെ മാത്രമാണ് സ്വന്തം വീട്ടിലേക്ക് പോവുകയുള്ളൂ. ഈ സ്ത്രീ സ്വന്തം സ്ഥലത്തു നിന്നും യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോവുകയാണ്.